ഗുഡ്വിൽ പാചകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാർ ചെയ്യുന്ന ഒരു പുളിയില ചമ്മന്തിയാണ്. തൊടികളിലൊക്കെ കണ്ടുവരുന്ന ഒരു വള്ളിച്ചെടിയാണിത്. ഇതിന് പല സ്ഥലത്തും പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. നമ്മുടെ കോട്ടയം ഏരിയയിലൊക്കെ ഇതിന് പനിച്ചേംപുളി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇല വെച്ചാണ് നമ്മളിന്ന് ചമ്മന്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഇല കട്ട് ചെയ്തെടുക്കാം. ഈ ഇലയിലും തണ്ടിലും ഒക്കെ മുള്ളുണ്ട്. അതുകൊണ്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, മുള്ള് കയ്യിലൊന്നും കൊള്ളരുത്. അതുകൊണ്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ആവശ്യത്തിനുള്ള ഇല നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചമ്മന്തി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് കണ്ടു നോക്കാം. ചമ്മന്തിക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. നമുക്കത് എന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടു നോക്കാം. ഞാൻ ഇവിടെ ഒരു അരമുറി തേങ്ങ ചെരുകി എടുത്തിട്ടുണ്ട്. നമുക്കത് മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കാം. അടുത്ത 2 പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 6-7 ചുള ചെറിയുള്ളി, നമ്മുടെ പനിച്ചേംപുളിയില ഞാനിവിടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും. നമുക്കിത് അരച്ചെടുക്കാം. നമ്മുടെ പനിച്ചേംപുളിയില ചമ്മന്തി ഇവിടെ റെഡിയായിരിക്കുകയാണ്. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മുടെ പനിച്ചേംപുളിയില ചമ്മന്തി നിങ്ങളെല്ലാവരും വീടുകളിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. വളരെ സ്വാദിഷ്ടമായ ചമ്മന്തി. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്